ഇന്ന് ഇടാൻ പോണത് നാരങ്ങച്ചാറാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസാണ്. നാരങ്ങ ഇപ്പിട്ട് വെച്ചതാണ്. ഒരു മാസം മുന്നേ ഇപ്പിട്ടിട്ട് കല്ലിപ്പിട്ടിട്ട് വെച്ചതാണ്. അതുകൊണ്ട് ഇപ്പം അധികം വേണ്ട, അലിഞ്ഞ് വന്ന് കുറച്ച് വെള്ളമായിട്ടുണ്ടാകും. സുറുക്കി അധികം വേണ്ട. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കടുക് പൊടിച്ചത്, ഉലുവ പൊടിച്ചത്, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉണക്കമുളക് ഒരു 5 എണ്ണം, പിന്നെ കറിവേപ്പിൻ്റെ കുറച്ച് കല്ലുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളകും സാദാ മുളക് പൊടിയും കൂടിയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് തീയിട്ട് കടുക് പൊടിച്ചതുണ്ടായതുകൊണ്ട് കടുക് കുറച്ചെടുത്തിട്ടുള്ളൂ. കടുക് പൊടിച്ചത് തോന്നുന്നില്ല. കടുക് പൊടിച്ചതോ ഉലുവ പൊടിച്ചതോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് മൂത്ത് വന്നോട്ടെ. അപ്പോൾ ഉണക്കമുളക്, കറിവേപ്പില നന്നായിട്ട് മൂക്കണം. എന്നിട്ടാണ് മസാല, മുളകുപൊടി, മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, കുറച്ച് ഇപ്പിട്ട് കൊടുക്കുക. ഇപ്പ് ഇട്ടതാണ്, പോരെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്തി കൊടുക്കാം. മുളകും പൊടിയൊക്കെ ഒന്ന് നല്ല ചൂടായാൽ വേണം പോളൊന്ന് നന്നായിട്ട് ഇറക്കുക. എന്നാൽ കരിയാനും പാടില്ല. തീ കുറച്ച് വെച്ചിട്ട് വേണം. ഒരു 3 കിലോനൊക്കെ നാരങ്ങ ഉണ്ടാവും. വാടി വന്നതാണ്. അപ്പം നമ്മൾ അച്ചാറിട്ട് വരുമ്പോൾ ഒരു 2.5 കിലോനൊക്കെ ഉണ്ടാവും. ഇനി തീ കൂട്ടി കൊടുക്കും. തിളച്ച് വന്നോട്ടെ. അപ്പോൾ നാരങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇതൊരു ഇപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പിടാതിരുന്നത് ഉപ്പിട്ട് വെച്ച നാരങ്ങ ആയതുകൊണ്ടാണ് കൂടുതലിടാൻ. നോക്കിയിട്ട് ഇട്ടാൽ മതി. മസാലയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടി മുളകും പൊടി ചേർത്തട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സായി ഒന്ന് കുറുകണം. നല്ല വെള്ളത്തിൻ്റെ നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി കുറുക്കി വരും. ഞാൻ തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇനി കല്ലുപ്പിടണ്ട. കല്ലുപ്പിട്ടിട്ടുണ്ടെങ്കിൽ കൂടും. നാരങ്ങയിലുപ്പുണ്ട്. അപ്പോൾ ഞാൻ പൊടിയിപ്പാണ് ഇടുന്നത്. നാരങ്ങമ്മലൊന്നും ഉപ്പ് കുടിക്കാനില്ല. ഈ
ഈ കറിയിൽ ചാറിലുള്ള ഉപ്പ് കുറവിനാണ് ഉപ്പിട്ടത്. ഈ കായപ്പൊടി ഇപ്പോൾ കുറച്ചുകൂടി കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അച്ചാർ നല്ല തിളച്ച് വരുമ്പോൾ ഓഫാക്കാം. ഇന്ന് തന്നെ നമുക്ക് കൂട്ടാം. ഇന്നൊക്കെ ഒരു കല്യാണത്തിനോ എന്തെങ്കിലും പരിപാടിക്കൊക്കെ രാത്രിക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഇപ്പിട്ട നാരങ്ങയാണ്. അപ്പോൾ കയ്പോ ഒന്നും ഉണ്ടാവില്ല. ചൂടാറിക്കഴിഞ്ഞിട്ട് പാത്രത്തിലാക്കിയിട്ട് ഈത്തപ്പഴം കൂട്ടിയിട്ടാണ് ഞാൻ കൊടുക്കൽ. നാരങ്ങ മാത്രം അച്ചാർ ചോദിക്കുന്നവർക്ക് നാരങ്ങ അച്ചാറും കൊടുക്കും.